ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമ്മുടെ സിലബസിനകത്തുള്ള ഡിഗ്രി ലെവൽ സിലബസിനകത്തുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോസ് എല്ലാം കയറി കാണാൻ ശ്രമിക്കുക. PSC ബുള്ളറ്റിനകത്ത് വരുന്ന ചോദ്യങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജിയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, എല്ലാവരും അത് കയറി കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ. എന്താണ് സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ? ഭാരത സർക്കാർ തയ്യാറാക്കിയതാണ് സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ. 1958 അത് വന്നത്. ഇനി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ടത് 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ ആണ്. ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും ഒരു അടിത്തറ ഉണ്ടാക്കിയത് ഏത് പോളിസിയാണ്? സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 ഇനി അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണത്തിനും ദേശീയ അഭിവൃദ്ധിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർണായകമാണെന്ന് അംഗീകരിച്ച ശാസ്ത്ര നയമാണ് എന്ത്? സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. ഇനി ശാസ്ത്ര ഗവേഷണത്തിൽ ശാസ്ത്രീയ സംരംഭം വളർത്തിയെടുക്കുക, ശാസ്ത്ര ഗവേഷണം വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ, അതായത് SPRന്റെ ലക്ഷ്യം. സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 പ്രാഥമികമായും ഒരു സയൻസ് പോളിസി ഡോക്യുമെന്റ് ആയിരുന്നു. അപ്പോൾ SPR നിലവിൽ വന്ന വർഷം 1958. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ടത് ഏത് പോളിസിയാണെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. രാഷ്ട്ര നിർമ്മാണത്തിനും ദേശീയ അഭിവൃദ്ധിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർണായകമാണെന്ന് അംഗീകരിച്ച ശാസ്ത്ര നയം ഏതെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. ശാസ്ത്ര ഗവേഷണത്തിൽ ശാസ്ത്രീയ സംരംഭം വളർത്തിയെടുക്കുക, ശാസ്ത്ര ഗവേഷണം വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷന്റെ ലക്ഷ്യം. ഇനി സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 പ്രാഥമികമായും ഒരു സയൻസ് പോളിസി ഡോക്യുമെന്റ് ആയിരുന്നു. 58 കഴിഞ്ഞാൽ പിന്നെ 1983 നിലവിൽ വന്ന ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1980 ആയപ്പോൾ തന്നെ ഭാരതം ശക്തമായ കാർഷിക വ്യാവസായിക അടിത്തറ വികസിപ്പിക്കുകയും മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സാങ്കേതിക സ്വാശ്രയത്തിലൂടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പോളിസിയാണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ്. എന്താണ്? സാങ്കേതിക സ്വാശ്രയത്തിലൂടെ, സെൽഫ് റിലയൻസിലൂടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരുന്നതിനായി ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി സാങ്കേതിക വികസന ഫണ്ട് സ്ഥാപിച്ച ശാസ്ത്ര നയമാണ് TPS 1983. TPS എന്ന് പറഞ്ഞാൽ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ് തദ്ദേശീയമായ സാങ്കേതിക വികസനത്തിന് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ഒരു സാങ്കേതിക വികസന ഫണ്ട് സ്ഥാപിച്ചത്. ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിച്ചത് ഏത് പോളിസി പ്രകാരമാണ്? ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. ഇനി ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ TFAC സ്ഥാപിക്കാൻ കാരണമായ ശാസ്ത്രനയം ഏതെന്ന് ചോദിച്ചാലും ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ് 1983. അത് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിക്കാനും സഹായിച്ചു. അതുപോലെ TFAC ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ സ്ഥാപിക്കാൻ കാരണമായ ശാസ്ത്രനയവും ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ പോളിസി ഇതിനകത്ത് പഠിക്കാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ റാങ്ക് ഫയലുകളിലൊന്നും ഈ ഒരു ടോപ്പിക് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ പഴയ റാങ്ക് ഫയലൊക്കെ വെച്ച് പഠിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. 2-3 വട്ടം കേൾക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നമുക്കിപ്പോൾ പണ്ട് ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിട്ടുള്ളവർക്ക് പോലും ഈ ക്ലാസ് ഒന്നും കിട്ടിക്കാണാൻ വഴിയില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ട് കാണും പഠിച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും 2-3 വട്ടം കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുക, നമുക്ക് ആൻസർ എഴുതാം, എന്നാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ.
നമുക്ക് അടുത്ത പോളിസി നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 നിലവിൽ വന്നത്. ഗവേഷണ വികസന മേഖലയ്ക്ക് വേണ്ടി GDP 2% ഉയർത്തുക എന്നതായിരുന്നു ഈ പോളിസിയുടെ ലക്ഷ്യം. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 ലക്ഷ്യം എന്താണ്? ഗവേഷണ വികസന മേഖലയ്ക്ക് വേണ്ട GDP 2% ഉയർത്തുക. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും സ്വാധീനിക്കുന്ന മേഖലകളിൽ ഗവേഷണ വികസനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു STP 2003 മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും സ്വാധീനിക്കുന്ന മേഖലകളിൽ ഗവേഷണ വികസനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച പോളിസി ഏതെന്ന് ചോദിച്ചാൽ STP 2003, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003. വ്യാവസായ മേഖലകളിൽ ശാസ്ത്രം ഗവേഷണം കൂടി ഉൾപ്പെടുത്തുന്ന സങ്കല്പം മുന്നോട്ട് വെച്ചതും STP 2003. അപ്പോൾ ഗവേഷണ വികസനവും അതിന്റെ നവീകരണവും പ്രോത്സാഹിപ്പിക്കുക. ഏത് മേഖലകളിൽ? സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും സ്വാധീനിക്കുന്ന മേഖലകളിൽ അതെല്ലാം പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ വ്യാവസായ മേഖലകളിൽ ശാസ്ത്ര ഗവേഷണം കൂടി ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചതും സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003. ഇനി നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 പറഞ്ഞു. ഇനി 10 വർഷം കഴിഞ്ഞ് 2013 ആയപ്പോൾ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി STIP എന്ന് പറയുന്ന ഒരു പോളിസി നിലവിൽ വന്നു 2013. 2010 മുതൽ 2020 വരെയുള്ള ദശകത്തെ നവീകരണത്തിന്റെ ദശകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. എന്താണ്? 2010 മുതൽ 2020 വരെയുള്ള ദശകത്തെ നവീകരണത്തിന്റെ ദശകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ആഗോള ശാസ്ത്ര സംരംഭങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ നയം ഏതെന്ന് ചോദിച്ചാൽ STIP 2013. തൊട്ട് താഴെ നമുക്ക് STIP 2020 പഠിക്കാനുണ്ട്. അതുപോലെ STP 2003 നമ്മൾ പഠിച്ചു. അപ്പം 3 കൂടെ തിരിഞ്ഞു പോകരുത്. STIP 2013 നയം എന്തായിരുന്നു? ആഗോള ശാസ്ത്ര സംരംഭങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ നയമാണ് STIP 2013. ഇനി 2010 മുതൽ 2020 വരെയുള്ള ദശകത്തെ നവീകരണത്തിന്റെ ദശകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. STIP നിലവിൽ വന്നത് 2013. ഇനി സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി 2020, STIP 2020, STIP 2020 എന്താണ് പറയുന്നത്? രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉത്തേജനം നൽകുന്നതിന് ഇന്ത്യയിലെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ രംഗത്തെ ശക്തിയും ബലഹീനതയും തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിനോടൊപ്പം ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാക്കുകയുമാണ് STIP 2020 ലക്ഷ്യം. 2020 സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസിയുടെ ലക്ഷ്യം എന്താണ്? സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉത്തേജനം നൽകുന്നതിന് ഇന്ത്യയിലെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ STIPയുടെ അല്ലെങ്കിൽ STIയുടെ രംഗത്തെ ശക്തിയും അവിടുത്തെ ബലഹീനതയും തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാക്കുകയുമാണ് STIP 2020 ലക്ഷ്യം. ഇനി നാഷണൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്ന നയമാണ് STIP 2020. അപ്പോൾ അവരെ എന്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്? നാഷണൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നയം കൊണ്ടുവന്നത് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി 2020. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DST. കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് രൂപീകൃതമായ വർഷം 1971 മെയ് മാസം. 1971 മെയ് മാസത്തിലാണ് കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് രൂപീകൃതമായത്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1971 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. എപ്പോഴും നമ്മൾ ഒരു വർഷം പഠിക്കുമ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും കൂടെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഏതെങ്കിലും രീതി കൂടെ വളഞ്ഞു ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും പഠിക്കുമ്പോൾ നിർബന്ധമായും അവരുടെ കാലഘട്ടം കൂടെ പഠിക്കുക. അടുത്ത നല്ലൊരു പോയിന്റ് ആണ് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക എന്നത് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 51AF. എന്താണ്? ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക എന്നത് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 51AF. ഈ 51A എന്താണ് ആർട്ടിക്കിൾ? അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കുക. 51A. ഇനി ദേശീയ ശാസ്ത്ര ദിനം എന്ന് ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 2021 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമാണ് എന്ത്? ഫ്യൂച്ചർ ഓഫ് STI. ഫ്യൂച്ചർ ഓഫ് STI എന്താണ്? സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ആണ് STI. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് STI ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക്. അതാണ് 2021 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. രാജ്യത്തെ നൂതന ആശയ സൂചികയിൽ അതായത് ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എന്താണ്? 5ാം സ്ഥാനമാണ്. നൂതന ആശയ സൂചികയുടെ ഇംഗ്ലീഷ് വേർഡാണ് ഇന്നൊവേഷൻ ഇൻഡെക്സ്.
അതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയും 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയുമാണ്. ഒന്നുകൂടെ നമുക്ക് ഇത്രയും പോയിന്റ്സ് നോക്കാം. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക എന്നത് പരാമർശിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് 51A F. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 2021 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമാണ് ഫ്യൂച്ചർ ഓഫ് STI ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക്. ഇനി ഇന്നൊവേഷൻ ഇൻഡെക്സ് പ്രകാരം കേരളത്തിലെ സ്ഥാനം 5ാം സ്ഥാനമാണ്. നീതി ആയോഗാണ് ഇന്നൊവേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയും 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും. അപ്പോൾ 5ാം സ്ഥാനത്ത് കേരളം. നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹിയാണ്. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിയാണ്. 2ാം സ്ഥാനം ചണ്ഡീഗഡ്. നേരത്തെ പറഞ്ഞത് സംസ്ഥാനമാണ്. സംസ്ഥാനമാണെങ്കിൽ കർണാടക, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. തിരിഞ്ഞു പോകരുത്. പരീക്ഷാ ഹാളിലായിരുന്നാൽ പോലും ക്വസ്റ്റ്യൻ ഫുൾ കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, കേന്ദ്രഭരണ പ്രദേശമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സംസ്ഥാനമായിരിക്കും മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ചിലപ്പോൾ കർണാടക കാർഡ് ഓപ്ഷനില്ല. നമ്മൾ എന്ത് ചെയ്യും? കർണാടക മാർക്ക് ചെയ്യും. അതുകൊണ്ട് തെറ്റിപ്പോകാണ്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഇപ്പൊ നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. എങ്കിൽ 1ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി, 2ാം സ്ഥാനം ചണ്ഡീഗഡ്. 2020 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48. 2019 ആണെങ്കിൽ 52. അതായത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 2020 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48, 2019 52. 52 4 കുറഞ്ഞ 48ാം റാങ്ക് ആയിട്ടുണ്ട് ഇന്ത്യക്ക് 2020 ആയപ്പോൾ. ഇനി മനുഷ്യ മൂലധനം, നിക്ഷേപങ്ങൾ, നോളജ് വർക്കർമാർ, ബിസിനസ് അന്തരീക്ഷം, സുരക്ഷ, നിയമ പരിരക്ഷ എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. എന്തൊക്കെയാണ്? മനുഷ്യ മൂലധനം, നിക്ഷേപങ്ങൾ, നോളജ് വർക്കർമാർ, ബിസിനസ് അന്തരീക്ഷം, സുരക്ഷ, നിയമ പരിരക്ഷ എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി, 2ാം സ്ഥാനം ചണ്ഡീഗഡ്. 2020 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48, 2019 ആണെങ്കിൽ 52. മനുഷ്യ മൂലധനം, നിക്ഷേപങ്ങൾ, നോളജ് വർക്കർമാർ, ബിസിനസ് അന്തരീക്ഷം, സുരക്ഷ, നിയമ പരിരക്ഷ എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പാടാണ് എങ്കിലും പോലും നന്നായിട്ട് 2-3 വട്ടം കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്ത 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ, അതായത് AIFF, അതിന്റെ പുതിയ മുദ്രാവാക്യം എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ഫോർവേഡ് ടുഗദർ. ഇനി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് റോഡ് നികുതി ഒഴിവാക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ മ്യൂസിയം സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏത്? കോട്ടയം. അപ്പോൾ നമ്മൾ ഈ ഡിഗ്രിയുടെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും, എല്ലാ സബ്ജക്റ്റിന്റെ താഴെയും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം കൊടുക്കാണ്ട് എല്ലാ ടോപ്പിക്കിന്റെ താഴെയും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി സെക്ഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നാം ഈ ഹിസ്റ്ററിക്ക് എന്താണ് കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാനുള്ളതെന്ന്. അപ്പോൾ ഇതുപോലത്തേക്കുള്ള ടോപ്പിക്ക്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹിസ്റ്ററിയിൽ വരാൻ ചാൻസ്. അതായത് എന്തെങ്കിലും മ്യൂസിയം സ്ഥാപിക്കുകയോ അവരുടെ പേരിൽ എന്തെങ്കിലും അവാർഡ് കൊടുക്കുകയോ അവരുടെ മെമ്മോറിയൽ വല്ലതും കെട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവരുടെ 150ാം വാർഷികത്തിൽ എന്തെങ്കിലും പരിപാടി സംഘടിപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരില്ലേ, അതായിരിക്കും ഹിസ്റ്ററിയിൽ കറണ്ട് അഫയർ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കറണ്ട് അഫയേഴ്സിൽ ഇതുപോലെയൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ അവാർഡും പിന്നെ ഓസ്കാർ, നോബലൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. അല്ലാണ്ട് നമ്മൾ പറയുന്ന സബ്ജക്റ്റിന് അകത്ത് വരുന്ന കറണ്ട് അഫയേഴ്സിനെ ഒന്ന് സോർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി 2020 ഒക്ടോബറിൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹിയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് കോഡത്തോൺ. 2020 ഒക്ടോബറിൽ മൊബൈൽ വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറി വാൻ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. അതുകൊണ്ട് നമുക്ക് 5 ചോദ്യം നോക്കാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ മുദ്രാവാക്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫോർവേഡ് ടുഗദർ. ഇനി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് റോഡ് നികുതി ഒഴിവാക്കാൻ അടുത്തിടെ തീരുമാനിച്ച കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ സംസ്ഥാനമാണ് ഡൽഹി. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ മ്യൂസിയം സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹിയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് കോഡത്തോൺ. ഇനി മൊബൈൽ വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറി വാൻ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹരിയാന. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ടോപ്പിക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ
നോട്ട്സ് ഒന്നും കയ്യിലില്ലാത്തവർ ഈ വീഡിയോസ് എല്ലാം നിർബന്ധമായിട്ടും കണ്ട് പഠിക്കുക. ഒപ്പം ഈ 2020 കറണ്ട് അഫയേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. 2021 വേണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കില്ല എന്നല്ല, എങ്കിലും 2020 കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് 2020 നിന്നായിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്